ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വെറുതെ കഴിക്കാനും ചോറിന് കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു മുട്ട പൊരിച്ചതാണ്. 2 മുട്ട വെച്ചാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒരു 9 ചെറിയ ഉള്ളി, ഒരു 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ളത് ചേർക്കാം. കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. നല്ല അരഞ്ഞു പോകരുത്. ഇതുപോലെ വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി 2 മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മുട്ടയും ആ മസാലയും എല്ലാം അതിലൊന്ന് ചേരട്ടെ. നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ ഓയിലായാലും മതി കേട്ടോ അത് തയ്യാറാക്കുന്നത്. അതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് ഇത് എല്ലായിടത്തും ഇങ്ങനെ ആക്കി കൊടുക്കണേ. ഇത് നല്ല തീയിൽ വേവിച്ചെടുക്കരുത്. കുറച്ചൊന്ന് തീ കുറച്ച് കൊടുക്കണം. എന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. എന്നാലേ അടിയൊക്കെ കരിയാതെ നല്ലൊരു മൊരിച്ച് നല്ലൊരു രസം വരാൻ അങ്ങനെയാണ് നല്ലത്. ഇത് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പൊരി റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയൊരു മുട്ട പൊരി ആട്ടോ ഇത്. ചോറിൻ്റെ കൂടെയും കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനും ഒക്കെ പറ്റിയതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.